ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 4-ാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. നാനാഛിദ്രഘടോദരസ്ഥിതമഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം. അനേക ദ്വാരങ്ങളോടുകൂടിയ കുടത്തിനുള്ളിൽ വെച്ച വലിയ പ്രഭയോടുകൂടിയ വിളക്ക്. ആ വിളക്കിൻ്റെ വെളിച്ചം ഈ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വന്ന് ചുറ്റുപാട് വ്യാപിക്കുകയാണ്. ഇതുപോലെ യസ്യതു ചക്ഷുരാദികരണദ്വാരാ ബഹിസ്പന്ദതേ, ചക്ഷുസ് തുടങ്ങിയ കരണങ്ങൾ വഴിക്ക് പുറമേക്ക് പ്രകാശിക്കുന്നു. കണ്ണ് സ്വതവേ ജഡമാണ്, അതൊരു കരണമാണ്. കരണം എന്ന് പറയുമ്പോൾ ക്രിയത്തെ അനേന ഇതി എന്ന് പറയാം. എന്തിനെക്കൊണ്ട് ചെയ്യുന്നുവോ അതാണ് കരണം. അപ്പോൾ എന്തിനെക്കൊണ്ട് ചെയ്യുന്നുവോ എന്ന് പറയുമ്പോൾ മറ്റൊരാളാണ് ചെയ്യുന്നത്. ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു, അല്ലെങ്കിൽ ഞാൻ ചെവി കൊണ്ട് കേൾക്കുന്നു. കണ്ണിൽ നിന്ന് ചെവിയിൽ നിന്ന് ഭിന്നനാണ് ഞാൻ. എൻ്റെ ക്രിയാനിഷ്പത്തിക്കുള്ള കരണം മാത്രമാണ് കണ്ണ്, ചെവി എന്നിവ. ഇതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങളെയും അന്തഃകരണത്തെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം, ഏതവയവമായാലും. അപ്പോൾ അത് കരണമാണ്. അപ്പോൾ കരണം സ്വതവേ പ്രവർത്തിക്കുന്നതല്ല. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഇതെല്ലാം കരണങ്ങളാണ്. പലപ്പോഴും നമ്മൾ കരണം, ഉപകരണം ഇവ രണ്ടിൻ്റെയും വ്യത്യാസം തിരിച്ചറിയണം. ഏതെങ്കിലും കരണത്തിൻ്റെ ശക്തിയെ അല്ലെങ്കിൽ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നതാണ് ഉപകരണം. ചിലപ്പോൾ അത് കരണത്തിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതാകാം, ചിലപ്പോൾ കുറയ്ക്കുന്നതാകാം. എല്ലാ ലഘുയന്ത്രങ്ങളും ഉപകരണങ്ങളാണ്. ഒരാൾ വടികുത്തി നടക്കുന്നുണ്ടെങ്കിൽ അത് കാലിൻ്റെ ഉപകരണമാണ്. ഒരാൾ കണ്ണട വെച്ച് കാണുന്നുണ്ടെങ്കിൽ അത് കണ്ണിൻ്റെ ഉപകരണമാണ്. നേരത്തെ കുത്തിപ്പിടിക്കാൻ ഉപയോഗിച്ച് അതേ വടി ഒരാളെ തല്ലാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കയ്യിൻ്റെ ഉപകരണമാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ കരണങ്ങളോ ഉപകരണങ്ങളോ ഒന്നും സ്വതവേ പ്രവർത്തിക്കില്ല. അവയെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ചൈതന്യവാനാൽ അവ പ്രവർത്തിതമാകുന്നു. അപ്പോൾ ചക്ഷുരാദി കരണദ്വാരാ ബഹിസ്പന്ദതേ, ചക്ഷുസ് തുടങ്ങിയ കണ്ണ് തുടങ്ങിയ കരണങ്ങൾ വഴിക്ക്, ദ്വാരാ വഴിയിലൂടെ, ബഹിസ്പന്ദതേ പുറമേക്ക് സ്പന്ദിക്കുന്നു. അങ്ങനെ പുറമേക്ക് സ്പന്ദിക്കുമ്പോഴാണ് ഞാൻ കണ്ടു, ഞാൻ കേട്ടു, അല്ലെങ്കിൽ ഞാൻ മണത്തു, ഞാൻ രുചിച്ചു, ഞാൻ സ്പർശിച്ചു എന്ന അറിവ് നമുക്കുണ്ടാവുന്നത്. അതിനെവിടെ പറയുന്നു? ജാനാമി, ഞാൻ അറിയുന്നു. അപ്പോൾ കരണദ്വാര ഈ ചൈതന്യം പുറത്തേക്ക് പ്രസരിച്ചപ്പോൾ ഞാൻ അറിയുന്നു എന്ന അറിവുണ്ടായി. ഇതെല്ലാവർക്കും എപ്പോഴും ഉണ്ടാവുന്നതാ. നമ്മളെല്ലാവരും എന്തിനെയെങ്കിലും അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്, വിവിധ കരണങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ കരണങ്ങളിലൂടെ ഞാൻ അറിയുന്നു എന്നുള്ള ഒരു ലിംഗം വെച്ചുകൊണ്ട് നമുക്ക് സൂക്ഷ്മ വിചാരം ചെയ്ത് ജഡമായ അഥവാ ഒരു കരണം മാത്രമായ ഈ കണ്ണ്, ചെവി തുടങ്ങിയവയെ പ്രവർത്തിപ്പിച്ചത് ആര്? ആരുടെ സാന്നിധ്യത്താൽ ഇവ പ്രവർത്തിക്കും, ആരുടെ അസാന്നിധ്യത്തിൽ ഇവ പ്രവർത്തിക്കില്ല? ഇത് വിചാരം ചെയ്ത് കരണവിലക്ഷണനായ, കരണത്തിൽ നിന്ന് ഭിന്നനായ തന്നെക്കുറിച്ച് അനുസന്ധാനം ചെയ്യാം. ആ അനുസന്ധാനമാണ് ഇവിടെ നടക്കുന്നത്. ജാനാമീതി, ഞാൻ അറിയുന്നു എന്നീ വിധം പുറമേക്ക് സ്പന്ദിക്കുന്നു. ബഹിസ്പന്ദതേ, ഈ ഒരു ബഹിസ്പന്ദനം കൊണ്ടാണ് സകല കരണങ്ങളും വ്യാപരിക്കുന്നത്. ഈ ശരീരം ചൈതന്യവത്തായിരിക്കുന്നത്, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്തഃകരണങ്ങൾ എല്ലാം പ്രവർത്തിക്കുന്നത്. ഇനി ഇപ്രകാരം ഒരു ഉപാധിയെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യവിശേഷത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ ജീവാത്മഭാവമാണ് വരുന്നത്. തീർച്ചയായിട്ടും ഈ കരണങ്ങളെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഉപാധിഗതമായ അറിവുകളെ സമാഹരിച്ചുകൊണ്ട് ചൈതന്യവത്തായിരിക്കുന്നത് ജീവാത്മാവാണ്. എന്നാൽ അതിനോട് ചേർത്ത് പറയുകയാണ്, തമേവ ബന്ധമനുഭത്യേതത് സമസ്തം ജഗത്.
ഭാന്തം തം അനുഭാതി ഏതത് സമസ്തം ജഗത്. ഭാന്തം തം പ്രകാശിക്കുന്ന അതിനെ അനുഭാതി അനുപ്രകാശിക്കുന്നു. ആര്? ഏതത് സമസ്തം ജഗത്, ഈ സമസ്ത ജഗത്തും. ഇവിടെ വളരെ സൂക്ഷ്മമായ ആത്മബ്രഹ്മൈക്യമെന്നുള്ള വേദാന്ത സിദ്ധാന്തത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ് ആചാര്യൻ ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗം സൂചിപ്പിച്ചത് ജാനാമീതി, ഞാൻ അറിയുന്നു. തമേവ ബന്ധം അനുഭാതി ഏതത് സമസ്തം, ഇതെല്ലാം അതിനെ അനുപ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ 14 കരണങ്ങളും അതിനെ അനുപ്രകാശിക്കുന്നു, അതിനെ പിന്തുടർന്ന് പ്രകാശിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്. ഈ ഘടോദരസ്ഥിതമായ കുടത്തിനുള്ളിലുള്ള ദീപം കൊണ്ടാണ് ഇതെല്ലാം പ്രകാശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ജീവാത്മഭാവം നമുക്ക് സിദ്ധമാക്കാം. എന്നാൽ ഇവിടെ ആചാര്യൻ ബോധപൂർവം തമേവ ബന്ധം അനുഭാതി ഏതത് സമസ്തം എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല. പിന്നെയോ ഏതത് സമസ്തം ജഗത് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. എന്താണ് അതിൻ്റെ വിശേഷാർത്ഥം? അതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അത് അടുത്ത പ്രാവശ്യമാവട്ടെ.